സ്കൂൾ പ്രവേശനോത്സവത്തിൽ വി മുരളീധരൻ MLA വിദ്യാർത്ഥികൾക്ക് മിഠായി വിതരണം ചെയ്ത വിവാദത്തിലായി. കയ്യിൽ മിഠായി നൽകാതെ മേശപ്പുറത്ത് ഇട്ടുകൊടുത്തതാണ് വിമർശനത്തിന് വഴിയായത്. വന്നിട്ടുണ്ടോ? ഇല്ല, ആക്കിയിട്ട് പോയി. തിരുവനന്തപുരം കട്ടേല ട്രൈബൽ റെസിഡൻഷ്യൽ സ്കൂളിലായിരുന്നു മിഠായി വിതരണം. ജിബിൻ JB തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ജിബിൻ, ശരിക്കും എന്താ സംഭവിച്ചത്? പിന്നോക്ക വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന പ്രവേശനോത്സവത്തിന്റെ സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി അവർ പങ്കെടുത്ത, അതായത് പിന്നോക്ക വിഭാഗം വകുപ്പ് മന്ത്രി തുളസിയും കഴക്കൂട്ട് MLA പങ്കെടുത്ത ഒരു പ്രവേശനോത്സവം നടന്നതാണ് ഈ കട്ടേല ട്രൈബൽ റെസിഡൻഷ്യൽ സ്കൂളിൽ. അവിടെയാണ് ഈ 1ാം ക്ലാസ് വിദ്യാർത്ഥികളെ സ്വീകരിക്കാനെത്തിയ മന്ത്രി അവർക്ക് ഈ കുട്ടികൾക്ക് പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി മിഠായി വിതരണം ചെയ്തപ്പോൾ അത് കൈകളിൽ കൊടുക്കുന്നതിന് പകരം മേശയിൽ വയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അദ്ദേഹം ഈ മിഠായിയുടെ കവർ പൊട്ടിച്ച ശേഷം കുട്ടികൾ കൈ നീട്ടുമ്പോൾ കയ്യിൽ കൊടുക്കുന്നതിന് പകരം മേശപ്പുറത്ത് ഈ കവറിൽ നിന്ന് തട്ടി പോവുകയായിരുന്നു. പിന്നീട് ഈ ദൃശ്യങ്ങൾ വൈറലായതോടുകൂടിയാണ് MLAക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു വിമർശനം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയരുകയും ചെയ്തത്. കാരണം 1ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി എത്തുന്ന കുട്ടികളെ വലിയ രീതിയിലാണ് സാധാരണ നമ്മുടെ സംസ്ഥാനത്ത് വരവേൽപ്പ് നൽകുന്നത്. കുട്ടികൾക്ക് തലയിൽ വെക്കുന്നതിന് വേണ്ടി തൊപ്പിയും അതുപോലെ തന്നെ കുട്ടികൾക്ക് മിഠായിയും ഒക്കെ കൊടുത്ത കുട്ടികളെ താലോലിച്ചാണ് ഓരോ സ്കൂളുകളിലും അകത്തേക്ക് കയറ്റുന്നത്. പക്ഷെ ഇവിടെ ഉണ്ടായിരിക്കുന്നതെന്ന് പറയുന്നത് കുട്ടികൾക്ക് കയ്യിൽ കൊടുക്കുന്നതിന് പകരം മുട്ടായി മേശയിൽ തട്ടിപ്പോകുന്ന ഒരു സാഹചര്യമായാണ് ഉണ്ടായത്. ഇതിനെതിരെയാണ് ഇപ്പോൾ ഒരു പ്രതിഷേധം ഉയരുകയും ചെയ്തിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഇപ്പോ മുരളീധരൻ ജിയെ കാര്യമായിട്ട് കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. അറിയാലോ, മുരളീധരൻ ജിയാണ്, പാർട്ടി BJP ആണ്, ട്രൈബൽ സ്കൂളാണ്. അപ്പൊ പിന്നെ ഇതിലും മികച്ച രീതിയിലുള്ള ഒരു പ്രതികരണമോ സ്നേഹപ്രകടനമോ ഒക്കെ നമ്മൾ BJP-കാരനായ ഒരാളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ആൾക്കാരാണ് ശരിക്കും മണ്ടന്മാരെ. പിന്നെ ആകെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ക്യാമറയിൽ കാണുന്നുണ്ട് എന്നുള്ളത് അവർ ശ്രദ്ധിക്കാത്തത് കൊണ്ട് പറ്റിയൊരു പ്രശ്നമാണ്. ഇങ്ങനെ വൈറലായി, ഇങ്ങനെ ഒരു വിവാദം വന്നു എന്ന് വിചാരിച്ച് നാളെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാതെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പ്രവർത്തന രീതികളിൽ മാറ്റം വരുത്തണം എന്നൊന്നും ചിന്തിക്കാനുള്ള വിശാല മനസ്കതയുള്ള ആളുകളൊന്നുമല്ല. നാളെ തൊട്ട് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് ക്യാമറയിൽ വരാതെ നോക്കണം എന്നുള്ള ശ്രദ്ധയൊക്കെയാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. പിന്നെ ഒരു ട്രൈബൽ സ്കൂളാകുമ്പോൾ ഇതൊക്കെ മതിയല്ലോ, അല്ലെ? NSSന്റെയോ ബിഷപ്പുമാരൊക്കെ നടത്തുന്ന അങ്ങനത്തെ വലിയ വലിയ പരിപാടികളൊക്കെ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടിയൊക്കെ മെച്ചപ്പെട്ട സ്നേഹപ്രകടനമൊക്കെ BJP-കാരിൽ നിന്ന് കാണാമായിരുന്നു. നമ്മുടെ നാട്ടിൽ കുറേ കാലങ്ങളായിട്ട് ഹിന്ദു ഉണരണം എന്ന് പറഞ്ഞ് ഇവർ അലാം വെച്ചിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ഹിന്ദുക്കൾ ഇവരുടെ അലാം കേട്ട് ഉണരാത്തത് എന്നുള്ളത് ഇവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇവർ ഈ ഉദ്ദേശിക്കുന്ന ഹിന്ദു അല്ലെങ്കിൽ ഇവരുടെ ഹിന്ദു എന്താന്നുള്ളത് ഇവിടുത്തെ ബുദ്ധിയും ബോധമുള്ള 10-90% ഹിന്ദുക്കൾക്കും അറിയാം. അതുകൊണ്ടാണ് ഇവരുടെ അലാം കേട്ടിട്ടും ആരും ഞെട്ടി ഉണർന്ന് ഓടാത്തത്. പിന്നെ ഹിന്ദുവിനെ ഉണർത്താൻ നിൽക്കുന്നതിനേക്കാളും നല്ലത് നേരം വെളുത്തു എന്നുള്ളത് BJP-കാർ മനസ്സിലാക്കുന്നതാ. ഈ രണ്ടാമത് പറഞ്ഞതിന് വലിയ ബുദ്ധിമുട്ടായതുകൊണ്ട് തൽക്കാലം അത് വിട്ടേക്കാം. BJP-കാരല്ലേ.